ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 2க்குள்ள போயிடலாம். ബാങ്കിന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ പറ്റുന്നു. തൊഴുത്ത് മാറി കിട്ടിയാൽ ഏത് പശുവായാലും 3-4 ദിവസത്തേക്ക് അത്ര ചേർത്തു. അങ്ങനെ ചെറുത്തുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ പോയി കേസ് കൊടുക്കും. അമ്മാവ ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയും. അതൊക്കെ പറഞ്ഞതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതെ, നിന്റെ മറ്റവരോട് പറഞ്ഞോ. അതിനോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഈ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ആരാ വിജയൻ? ബാങ്ക് മാനേജർ ചെല്ലാൻ പറഞ്ഞു. തവണ മുടക്കിയ പശുക്കളെ ജപ്തി. ഞങ്ങള് നാളെ വന്ന് അടച്ചോളാം. ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥ അനുസരിച്ച് പാല് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഈ ജപ്തി ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വിരട്ട് വന്നായിരുന്നു. ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോൾ നഷ്ടം വന്നാൽ 2 പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണ് ഉദ്ദേശം? ഉദ്ദേശമല്ല, പരിസ്ഥിതി. കുഴപ്പമില്ല, ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ അയാളോട് കയർക്ക് സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് മേടിക്കാനില്ലല്ലോ. ലോൺ എന്റെ പേരിലല്ലേ. എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവർ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. 4 ലിറ്റർ കലർത്തിരിക്കണ എന്റെ കറവിന്റെ തരാതാണെങ്കിൽ വേറെ ആളെ നോക്കി. എന്റെ കൂടി എന്നിട്ട് എത്ര ലിറ്റർ ഉണ്ടാവും? 4. കമ്മിയായിട്ടേ പോയത്. ചോരയാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കൂടിയില്ല. എല്ലാം കൂടി നാളെ തരാം. നാളെ തരണ്ട, കുഴപ്പമില്ല. ഈ പാല് ഞാൻ കൊണ്ടുപോകും. ഭൂമിവാസം കാണിക്കരുത്. റേഷനിൽ വന്നാൽ എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. பால் எடுத்துட்டு போயிட்டா. എല്ലാത്തിനും കാരണം നീയാ. അതെ, அவரே சுகமா உட்காந்துருக்கு. எல்லாத்துக்கும் கருணை இல்லைன்னா அவர் சிரிச்சுக்கிட்டு ஆமா. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, അവർക്ക് തമിഴ് പുലി, ആകെ കുഴപ്പമാണ്. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണം. അത് അത്രയ്ക്കും വേണ്ടായിരുന്നു. എന്തൊക്കെ ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നു, ഞാനങ്ങ് തിന്നു. അത് ശരി, അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. ஆஹா, புல்லாங்குழல போட்டாங்க. சம்திங் பாசிட்டிவ்ன்றியா? സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് കാണിച്ചു തരാവോ? കറവക്കാരൻ വന്നില്ല, അതുകൊണ്ടാ. മനുഷ്യനെ വിശ്വസിക്കണം. സത്വം നല്ലതാ, പക്ഷെ പശുക്കളുടെ അഴുത് കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നുന്നു. ഓ, അത് ശരി. എന്നാ നിങ്ങൾ പോയട്ടെ. നിങ്ങൾക്ക് വിൽക്കുന്നില്ല? അല്ല, സത്യമായിട്ട് കറ എത്രയുണ്ട്? നിങ്ങൾക്ക് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളെ എവിടുത്തുകാരുണ്ട 20 ലിറ്റർ പോലും പണം. பாவமா இருக்கு. ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കണം. അപ്പൊ ഒന്നുമില്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. അയ്യോ, സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ആ, ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത് വിജയ. അത് നീ വരുന്നോ ഇല്ലയോ, നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേട്ട് കഴിഞ്ഞിരിക്കുക. ഏത് ഗഫൂർക്ക? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് വിമാനം ആളുകൾ തോണിയിലും നീന്തിയിട്ടും വഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പില്ലാണ്ട് ഒരു വിസ കിട്ടും. അതെന്നെ മഹാ തട്ടിക്കോൾ. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ട്. കേട്ടില്ല, എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്. ആ, കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്ക് അടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റൂല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണുരുവാൻ. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് ഉണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വരെ തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു വെള്ളം നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ല ഞങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണോ? അറബി കുപ്പായത്തോളി. അറബി കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക?
അതെ. പിന്നെ അത്യാവശ്യം ചില അറിവ് വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു അസ്സലാമു അലൈക്കും 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 വഅലൈക്കും വഅലൈക്കും മുസ്സലാം മുസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസ കൊണ്ടുപോകുന്നോളി. അല്ല ഒരു പക്ഷെ പിടിച്ചു പോയാൽ ആരും പിടിക്കാൻ പിടിക്കുന്നത് ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയുന്നത്. ധൈര്യമായിട്ട് പോ. എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് പോവാ. எப்படி பயங்கர கான்ஃபிடென்ட்டா சொல்றாரு. ரைட், ஒரு ஊரா சுத்த போறாங்க. അമ്മേ இப்போ அப்பத்துல இருந்தே இப்படிதான் நடப்பாரு போல. ஒரு மாதிரி சொல்றது இல்ல. 87 பா இது. മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ രാമവരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പൊ? ഈടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? പല്ലുവിന്റെ വീടല്ലേ, വെറുതെ കുത്തിയിട്ട് നുള്ളാൻ പറ്റുമോ? എന്നാലും ഞാൻ ആ ചെണ്ടമല്ലിയുടെ ഇല കുറച്ച് പൊട്ടിച്ചോണ്ട് തട്ടാൻ. രക്തഭാഗത്തിന് ഈ ഇല കിട്ടാൻ ഒരു കാര്യമില്ല കുട്ടി. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുമോ? ആ ജോലി പോയമ്മേ. അതിശയില്ല. നിനക്കിപ്പോ ചെന്തച്ചിയാ. കാവിൽ വെളിച്ചെണ്ണ നടന്നിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ. വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണ്ട കുട്ടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുമമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. എനിക്കെന്ത് മനസ്സമാധാനം ഉണ്ട്? അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. ആവശ്യമുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? ആ. വല്ലതും കഴിച്ചിട്ട് വേണ്ട. അടുക്കള അവർ കൂട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതുകൊണ്ടല്ല, സമയമില്ല. ഞാൻ ചെന്നിട്ട് എഴുതാം. ആ. ரொம்ப கஷ்டப்படுற ஃபேமிலி வரை காமிக்கிறாங்க வரல. പിന്നെ ഊര് പുറപ്പെടേ. ആ പൈസ കൊടുത്തോളൂ. അല്ല, റിപ്പോർട്ട് വരുന്നില്ലേ? இவரை ஏமாத்திட்டாருன்னா என்ன ஆகுறது? எனக்கு அப்படிதான் தோணுது. പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു ஏன்னா எல்லாருமே இப்ப ஃபர்ஸ்ட் அமௌண்ட் தான் கேக்குறாங்க. പശുവിനെ വിറ്റതും ഉള്ളി കുറച്ചതും ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. നിങ്ങളിപ്പോ ഇത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ இது எப்படிப்பா கலிஃபோர்னியா வரைக்கும் போகும்? അതെ, ഇതാണ് ഒരു இவங்க மாடு 25 லிட்டர் பால் கறக்க சொன்னதே நம்பி வாங்கினவங்கப்பா. இந்த போட்டு எங்கேயாச்சும் கலிஃபோர்னியா சென்னையிலயோ மும்பையிலயோ கொண்டு போய் விட போறாங்கன்னு நினைக்கிறேன். எனக்கு அப்படிதான் தோணுது. அந்த பக்கமா போனா തല സൂക്ഷിക്കാതെ. கீழே வந்தா கன்னியாகுமரி, அந்த സൈഡ് പോണാ ഗോവ. இப்போ മുംബൈ. പിന്നെ ഇപ്പോഴത്തെ പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ് പറഞ്ഞാൽ മതി. Right. இந்த படம் ஃபுல்லா அவங்க ஓடிக்கிட்டே இருக்க போறாங்க. எனக்கு தெரிஞ்சு போச்சு. നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അവസരപ്പെടാதீங்களா? ഈ ഗഫൂർക്ക മുഖാന്തരം എത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? വലിയ മനുഷ്യൻ. இது இந்த போட்டு கலிஃபோர்னியா போதா? വിജയൻ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? ஐயோ എല്ലാത്തിനും ஆரம்பிச்சிட்டாங்க. ഉണ്ട് ദാസ. സമയം ഉണ്ട്. கலிஃபோர்னியா வந்துருச்சு, எழுந்துருங்க. എനിക്ക് സ്ഥലത്തിക്കുന്നു. അങ്ങനെ പഠിച്ചാണ് കീർക്കൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്ത് എത്തിക്കുന്നു. ഭഗവതി ഈശ്വര രക്ഷിക്കണേ. இது துபாயா? പച്ച നേരം പരവരാ ஓ, இறங்கி அங்க நீந்தி போன சொன்னாருல்ல, எங்கேயே இறந்து அதை தள்ளி விட்டு போறாரு போல. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. ഒന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്ക ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട. നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കൊടി. இங்க பாரு, ദുബായ്. ஐயோ எங்க தீவில மாட்டி விட்டு போறாரு நினைக்கிறேன் அவரு. எனக்கும் அப்படிதான் தோணுது. அதுக்குதான் அப்பவே நீந்ததுக்கு ரெடியா இருக்குன்னு சொன்னாரு. வரட்டா? தின்னப்ப போட்டு கூட்டிட்டு போய் ஏமாத்திட்டு வந்துட்டாரு. அதானே, ஏன் இது அங்க போயிட்டு விடாதா? അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? പ്ലാസ്റ്റിക് ആണല്ലേ, ഒന്നും പറ്റിക്കാണില്ല. എന്നാ നേരം കളയണ്ട. ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. അവിടെ അതെ, இது என்ன எலியாஸ் பீச்?
ஆமா பெசன் நகர்ல இருக்கும்ல இது மாதிரி മാത്രം പോരെ. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. വിജയ, നിന്റെ തമ്മിൽ തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബിനാടാ. ஐயோ അറബിനാട്. ആ ஃபுல்லா காமிச்சாங்கன்னா தெரியும் ம் ஷேக்ஸ் ஷேக் செப்பா யார் அது ഭഗവാനെ, ആരാ? பின்னாடி வைப்பானு ஐயோ யாரா நீங்க எதுக்கு ரைட்டிங் கொடுக்குறீங்க നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്. അതെ, നമ്മളെ തന്നെയാണ് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിൽ തിരുമ്പഴിയുള്ള ഗതിയായല്ലോ ഈശ്വര. എന്റെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ കടപ്പുറമുള്ള ഇത്രയും ബന്ധവസ്ഥ ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ. നമ്മൾ പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, സൈന്യശക്ത വേഷം. എന്റെ ബലമായ സംശയം നമ്മളെ പോലെ ഒളിച്ചു കിടന്നേതോ ഇന്ത്യക്കാരാണെന്ന. ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? അറബിക്ക് നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, നമ്മൾ അറബിക്ക് വരണ്ടിരിക്കുകയാണ്. ഭയന്ന് പാട്ട് നമുക്ക് ഭയപ്പെടാൻ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് നീ കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അയ്യോ, അതുകൊണ്ട് ധൈര്യം വിദ്വാന് കൂട്ടണം, മുമ്പോട്ട് നടക്കാം. നീ പോ, നീ നട, നീ പോ, നീ നീ നടക്ക. அவனுங்களும் சுத்தி வச்சிருக்கானுங்க ஆமா ஒருவேளை அவனுங்களும் இதே மாதிரி தான் வந்திருப்பானுங்களோ കുടുക്കില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. இருக்கலாம் നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിൽക്കാം, അതെ, നമുക്ക് ആരും പേടില്ല. நீங்க என்ன குறுகுறுன்னு பாக்குறீங்க எனக்கு நம்ம ஐயோ ஐயோ போட்டி மாத்திட்டு போறானுங்க டேய் ചോർ ஆளுக்கு ஒரு பக்கம் போங்க ரெண்டு பேரும் ஒரே பக்கம் போறாங்க அதுல என்ன இருக்கும் வச்சு பாம்பு கீம் வச்சிருந்தாங்க என்ன வருது അവന്മാരെ കാണുന്നില്ലല്ലോ. വാ, அடையார் அவையார் பார்க் சென்னை தான் அந்த இது அப்ப பெசன் நகர் தான் ஆமா ஏய் திலகன் വാ. അവസാനം ശരിയെന്നോ പോലീസ് കാര്യം എന്നത് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. ഇത്തരം രഹസ്യമായ ഇടപാടായിരുന്നിട്ട് പോലീസ് ഇത് മണത്തറിഞ്ഞു. നമ്മുടെ அதுல வேற அழுக்கு துணி தான் இருக்கும் ചേർത്ത് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ. അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട്. പക്ഷെ പെട്ടി തരാൻ അവിടെ സംശയിച്ചു. അത് പോലീസിന്റെ വിസിലിട്ട് ഭയന്നിട്ടായി. அதான் தெரியுமே அழுக்கு தான் இருக்கும் அது ச்சே அப்ப அதுல என்ன இருக்கு அதுல ஏதோ இருக்கு സിഗ്നലുകളൊക്കെ കറക്റ്റായിരുന്നു. അറബി ചൂടത്ത് ചേർത്ത് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. அவங்களுக்கு அடிச்சது லக்கு கிரிக்கடன் ஜோஸோட ரைட் ஹேண்ட் அவரு அந்த பல்கா இருப்பாரு ஏய், ஞாபகம் இல்லையே ആര്? മുത്തോ? ആ, എന്താണ്? എപ്പോ? എവിടെ വെച്ച്? ഓ മൈ ഗോഡ്. அந்த ஒரிஜினல் ஆரம்பிச்சு புடிச்சாங்க போல இருப்பா $20,000 രണ്ട് അറബികളെ പോലീസ് പിടിച്ചു. இவங்க അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി കാണിച്ചു? സിഗ്നലും മണ്ണാകത്തെ മിസ്റ്റർ അവര് സിഐഡിമാരായിരുന്നു, മനസ്സിലായോ? ആ, അതിസമർത്ഥന്മാരായ രണ്ട് സിഐഡിമാർ. നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും ஆஹா புது ஐடி கிரியேட் ஆயிடுச்சு இங்க ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അതെ, ആദ്യം നമുക്ക് ഈ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. ചിലപ്പോ രൂപയാണെങ്കിലോ. അതൊക്കെ പിന്നെ ഇവിടെ ചേർക്കാൻ പാടില്ല, അത് അപകടമാണ്. നമുക്ക് ആദ്യം കുറച്ച് നല്ല ഗൾഫ് മലയാളീസിനെ കണ്ടുപിടിക്കാം. ഗൾഫ് മലയാളീസ് പ്രോബ്ലംസ് അവരോട് പറയാം, എന്നിട്ട് ഇത് തുറക്കാം. അതുവരെ തുറക്കാൻ പാടില്ല. അത് ശരിയാ. ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നീ കേക്കോ? ഞാൻ ശ്രമിക്കാം. என்னப்பா பேசிக்கிறாங்க சின்ன பசங்க மாதிரி பேசிட்டு இருந்தீங்க சென்னை எங்க ஒரு டிராஃபிக் போலீஸ் பாரு எல்ஐசி பில்டிங் அது அங்க பின்னாடி இருக்கிறது நான் அப்பவே நினைச்சது எல்ஐசி பீச் மாதிரி தான் இருக்கு ஆமா அந்த இது வந்துட்டு நமக்கே பெசன் நகர் மாதிரி இருக்கு சிரிச்சிட்டு போறாங்க നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ അല്പം
പക്ഷെ റോഡിലൊന്നും ഒരൊറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളെ. அந்த ரோடு எப்படி இருக்கு பத்தியா இப்ப அந்த சைதாப்பேட் ரோடு தமிழ் ஆமா. பல்லவன் பஸ் போயிட்டு இருக்கு. பாரிஸ் கார்னர் பஸ் கைத்தான் ஃபேன்ஸ் அங்க பாரு. എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. அது இப்ப கார் ஷோரூமா இருக்குல்ல அந்த பின்னாடி இருக்க இடம். ம். നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയില്ല. இந்தியன் பேங்க். ശ്രീ വിശാല ചിറ്റ് ഫണ്ട്. இது எல்லாம் எங்க கேட்ட மாதிரியே இருக்கு. അങ്ങനെ ആയിരിക്കില്ല. எங்க சின்ன ராசா பாக்கெட் ஜோடா. இதான் கிண்டியோ? ஓ மேபி தெரியலையே. இல்ல இல்ல இது வந்து இப்ப செம்மொழி பார்க் இருக்குல்ல ஆ, அந்த பிரிட்ஜ். அந்த யூஎஸ் கான்சுலேட். കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക് ചതിക്കൊന്നുമില്ല. ഗഫൂർ ആണെങ്കിൽ അളിയനാ. നീ എന്തിനാ എന്നോട് ചാടി കളിക്കുന്നത്? പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മതിരാശി വരാനാ? ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടണ്ടോ? ഞാനിങ്ങോട് മിണ്ടുന്നില്ല. சூட்கேஸ ஓபன் பண்ணுங்க. கொண்டு சாமி. சாமி. ஐயோ கடத்தி கொண்டு போயிடுவாங்க போல. ஐயோ இப்ப ஆட்டோ பிரச்சனை அப்ப ரிக்ஷா பிரச்சனையா இருந்தது போல. இப்போ இதே சிச்சுவேஷன் தான். ஆனா ஆட்டோ. ஐயோ பெட்டி கிட்டி ஓபன் ஆயிடு போகுது. பணம் பணத்தை கண்டுபிடிப்பாங்கன்னு நினைக்கிறேன். கீழே விழ போகுது நினைக்கிறேன். ஐயோ 5 பேர் சேஸ் பண்றாங்க. தொப்பி வேற. சென்னை தெரிஞ்சிச்சுன்னா தொப்பி கழட்ட வேண்டியதானே. ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി. അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ. അവനെ ഞാൻ ശരിക്കും പോയെന്ന് കാണുന്നുണ്ട്. ഇങ്ങോട്ട് ചെല്ലേ. അവരോട് കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. அடையார் பாக்கிறேன். அடையார் பார்க். ஓ இவங்க தானே இங்க இருக்காங்க. ஆமா திலகன் குரூப்ஸ். கரெக்ட். என் கேட்டப்ப ஃபர்ஸ்ட் மாத்துங்க. அப்ப 80,000 ரெண்டு பேர் மாட்டணும் சொன்னது அது வேற ஆளா? வேற கேஷ் இங்க தானே கேட்டாரு திலகன். கேஷ் வச்சிருந்தவன் அங்க போயிட்டான். ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 10 രൂപ എങ്ങനെ കളഞ്ഞു? அப்ப இதுல என்ன இருக்கு? இதுல பொருள் இருக்கு. No, yes. Sheep, we need a sweet. Before that, will you please direct us to the toilet? Sure. That way. Thank you. அப்பே பயங்கரமா இங்கிலீஷ் பேசிட்டு இருக்காருல. சியூட். ஐயோ அச்சோ மாட்டிட்டானுங்க. இப்ப அவங்க என்ன நினைச்சிட்டாங்கன்னா சிஐடி. இவங்க சிஐடி நினைச்சிட்டாங்க அவங்க ரெண்டு பேரும். நம்மள பிடிக்கிறதுக்கு இங்கே வந்துட்டாங்கன்னு நினைச்சிட்டாங்கன்னு நினைக்கிறேன். சார் அந்த சிஐடி லைசன்ஸ் ரெண்டு பேரும் இங்க வந்துட்டாங்கன்னு சொல்ல போறாரு. അവൻ എത്തിക്കില്ല. ആര്? അറബി വേഷക്കാർ, സിഐഡികൾ. എവിടെ? അവിടെ റിസപ്ഷൻ. അവിടെ നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണം. അവർ നമ്മുടെ താവളം അന്വേഷിച്ചിട്ട് അറിയിക്കണ്ടേ? വേണ്ട. ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. പിടിക്കപ്പെട്ടാൽ ആനന്ദൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോലും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ സിഐഡിമാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. திலகன் வித்தியாசமான ரோல் பாதுல. നീ എത്ര അടയ്ക്കും? അതാണ് கோல்டு பிஸ்கட் இருக்குமோ? என்னது? രൂപല്ലേ? മഞ്ഞ തുണി. கோல்டு பிஸ்கட் தானே? രൂപയൊന്നുമില്ല. இல்லையா? கோல்டு பிஸ்கட் மாதிரி தான் இருக்கு. ஓபன் பண்ணி பார்த்தா தெரியும். ஏன்னா அப்பெல்லாம் அதானே சேஞ்ச் பண்றதுக்கானது. டைமண்டா? നമ്മള് കടലിൽ ഉപ്പുവെള്ളത്തിൽ നീന്തുന്ന കണ്ടപ്പോ இல்லப்பா இருப்பா. നമുക്ക് ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കും. பவுடரு. ദേഷ്യം വന്നിട്ടില്ല, ഞാൻ വല്ലതും ചെയ്തു. ட்ரக்ஸ் நினைக்கிறேன். ഇത് മയക്കുമരുന്നോ മറ്റോ அப்பா മയക്കുമരുന്നോ? നിന്നെ എന്നെ മയക്കിയിട്ട് അമ്മമാർക്ക് എന്താ നേട്ടം? നീ കിടക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുമാണ് നമുക്കിതങ്ങ് വിൽക്കാം. നല്ലത്. പെട്ടി തുറന്നു വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് വിളിച്ചില്ല. മരുന്ന് വിൽക്കാനുണ്ടോ? ഓടി വരുമെന്ന് നേരെ തൂക്കിയെടുത്ത് ഓടിയിട്ട് കെട്ടിടത്തിനകത്തോട്ടിരുത്തും. അത് തന്നെ നല്ലത്. ആ ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. അതാ നല്ലത്.
Come in. What the hell are you doing inside? What are you looking at? We just my always open. Idiot. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பார்ட்டில் சந்திப்போம். Bye bye. பை.